The Floating Opera, written by John Barth. Published in 1956, The Floating Opera is a literary novel by John Barth. 1956 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബാത്ത്സ് ഫസ്റ്റ് നോവൽ, ബാത്തിൻ്റെ ആദ്യ നോവലാണ്. ദ ഫ്ലോട്ടിംഗ് ഒപ്പേറ ഫോക്കസസ് ഓൺ ടോഡ് ആൻഡ്രൂസ്. ടോഡ് ആൻഡ്രൂസ് എന്നുള്ള ഒരാളിലാണത് ഫോക്കസ് ചെയ്യുന്നത്. as he makes plans to commit suicide in the late 1930s. 1930കളിൽ ടോഡ് ആൻഡ്രൂസ് സൂയിസൈഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാക്കുന്നു. യൂട്ടിലൈസിങ് ഫസ്റ്റ് പേഴ്സൺ nonlinear storytelling and humor to meditate on life and death. ലൈഫിലും ഡെത്തിലുമൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേഴ്സൺ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ഇതിന് സ്വീകരിച്ചിട്ടുള്ളത്. ഫോളോവിങ് ഇറ്റ്സ് പബ്ലിക്കേഷൻ ദ നോവൽ വാസ് നോമിനേറ്റഡ് ഫോർ ദ നാഷണൽ ബുക്ക് അവാർഡ്. അതിൻ്റെ പബ്ലിക്കേഷന് ശേഷം നോവല് നാഷണൽ ബുക്ക് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. Barth has published numerous novels since becoming a seminal figure in postmodern American literature. ബാത്ത് ഒരുപാട് നോവൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പോസ്റ്റ് മോഡേൺ അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു സെമിനൽ ഫിഗറുമായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് നോവലുകൾ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ടോഡ് ആൻഡ്രൂസ് narrates the story, regularly acknowledging that he is writing a book. അദ്ദേഹം ഈ പുസ്തകം വിവരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയാണ് എന്നുള്ളൊരു രീതിയിലാണ്. ഇൻ ഹിസ് 50s now, അദ്ദേഹത്തിന് ഇപ്പോൾ 50 വയസ്സായിട്ട്. ടോഡ് വാണ്ട്സ് ടു റൈറ്റ് അബൌട്ട് എ ഡേ ഇൻ ജൂൺ ഇൻ 1937. 1937 ജൂണിലുള്ള ഒരു ദിവസത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിനാണ് ഇപ്പോൾ എഴുതണം. വെൻ ഹി വാസ് ഇൻ ഹിസ് 30s, ആ സമയത്ത് അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. ഹി ഗിവ്സ് ദ റീഡർ കീ ഇൻഫർമേഷൻ അബൌട്ട് ഹിംസെൽഫ് ബിഫോർ ഹി ലെറ്റ്സ് ദ പ്ലോട്ട് അൺഫോൾഡ്. അത് വായനക്കാർക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട് തന്നെ ഒരു കീ ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. He is a lawyer in Cambridge, Maryland. അവിടെ അദ്ദേഹം ഒരു ലോയറാണ്. The same town he has lived in most of his life. അദ്ദേഹത്തിൻ്റെ മിക്ക ജീവിതവും അദ്ദേഹം ജീവിച്ചിട്ടുള്ളതും ആ ടൗണിലാണ്. He has several chronic illnesses. അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട്. A weak heart and an infected prostate കണ്ട്. He also explains the novel's title. നോവലിൻ്റെ ടൈറ്റിലും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The Floating Opera is a showboat he visited in 1937. ഫ്ലോട്ടിംഗ് ഒപ്പേര എന്നുള്ളത് അദ്ദേഹം 1937 വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോ ബോട്ടാണ്. ദ ഷിപ്പ് സെയിൽസ് അപ്പ് ആൻഡ് ഡൗൺ ദ റിവർ. അതിങ്ങനെ സെയിലാവുന്നുണ്ട്, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ സെയിലായി പോകുന്നുണ്ട്. ദ തിയാട്രിക്സ്, ഡ്രമാറ്റിക് പെർഫോമൻസസ് എന്ന് പറയും. ടേക്കിംഗ് പ്ലേസ് ഫോളിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് വ്യൂ ടു ദോസ് ഓൺ ലാൻഡ്. പുറമേ നിന്നിങ്ങനെ കാണുന്ന ആളുകൾക്ക് അതിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഹിസ് സ്റ്റോറി ടു, അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും വിൽ എബ് ആൻഡ് ഫ്ലോ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും എബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരികെ പോവുക, ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുക, അത് ചെയ്യുന്നുണ്ട്. ഇൻ 1937, ടോഡ് wakes up in his room at the Dorset Hotel. ഡോർസെറ്റ് ഹോട്ടൽ വെച്ചുകൊണ്ട് അദ്ദേഹം എണീക്കുന്നു. പ്ലാനിങ് ടു കിൽ ഹിംസെൽഫ് later that night. ആ രാത്രി ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ട്. He chats with two elderly tenants, Capt Osborn and Mister Haecker. അവരുമായിട്ട് അദ്ദേഹം ചാറ്റ് നടത്തുന്നു. They argue whether getting old is a good or bad thing. വയസ്സാവുക എന്നുള്ളത്
നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നുള്ളത് അവർ പരസ്പരം ആർഗ്യൂ ചെയ്യുന്നു. ക്യാപ്റ്റൻ Osborn has a coughing fit and Todd goes back to his room to get him whiskey. ക്യാപ്റ്റൻ ഒസ്ബോണിനൊരു കഫിംഗ് ഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോഡ് വിസ്കി എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോകുന്നു. ഹി ഫൈൻഡ്സ് ദ ബോട്ടിൽ, അദ്ദേഹം ബോട്ടിൽ കണ്ടെത്തുന്നു. ആൻഡ് റിമെമ്പേഴ്സ് ദ വുമൺ സ്ലീപ്പിംഗ് ഇൻ ഹിസ് ബെഡ്, അദ്ദേഹത്തിൻ്റെ ബെഡിൽ കിടക്കുന്ന ആ സ്ത്രീയെ പറ്റി ആലോചിക്കുന്നു. ജെയിൻ മാക്കാണത്. ജെയിൻ ഈസ് ദ വൈഫ് ഓഫ് ഹാരിസൺ മാക്ക്. ജെയിൻ എന്നുള്ളത് ഹാരിസൺ മാക്കിൻ്റെ വൈഫാണ്. ടോഡ്സ് ഗുഡ് ഫ്രണ്ട്. ഹാരിസൺ മാക്ക് ടോഡിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഹാരിസൺ നോസ് എബൌട്ട്, അവർ തമ്മിലുള്ള അഫെയറിനെ പറ്റിയിട്ട് ഹാരിസന് അറിയാം. ആൻഡ് ആക്സെപ്റ്റ് ടോഡ് ആൻഡ് ജെയിൻസ് അഫെയർസ്. എന്നിട്ട് ആ അഫെയർ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല. ടോഡ് റിമെമ്പേഴ്സ് മീറ്റിംഗ് ഹാരിസൺ ഇൻ കോളേജ്. കോളേജിൽ വെച്ചുകൊണ്ട് ഹാരിസനെ മീറ്റ് ചെയ്ത അത് ഓർക്കുന്നുണ്ട് ടോഡ്. ആൻഡ് റീകണക്റ്റിംഗ് വിത്ത് ഹിം ആഫ്റ്റർ ടോഡ് ഫിനിഷ്ഡ് ലോ സ്കൂൾ. ടോഡ് ലോ സ്കൂൾ ഫിനിഷ് ചെയ്തതിനു ശേഷം അവനുമായിട്ട് റീകണക്റ്റ് ചെയ്തതും ഓർക്കുന്നു. വെൻ ടോഡ് ഫസ്റ്റ് മീറ്റ്സ് ജെയിൻ, ടോഡ് ആദ്യമായിട്ട് ജെയിനിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഹി ഫീൽസ് ആൻ ഇൻസ്റ്റൻറ്റ് അട്രാക്ഷൻ. അദ്ദേഹത്തിന് കണ്ടപാട് തന്നെ ജെയിനോട് വളരെയധികം നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വൺ ഡേ അറ്റ് ദ മാക്സ് സമ്മർ കോട്ടേജ്, മാക്കിൻ്റെ സമ്മർ കോട്ടേജിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം ജെയിൻ ഗെറ്റ്സ് ഇൻ ടു ടോഡ്സ് ബെഡ്. ജെയിൻ ടോഡിൻ്റെ ബെഡിലോട്ട് പ്രവേശിക്കുന്നു. നെയ്ക്ഡ്, വിവസ്ത്രയായിട്ട്, നഗ്നയായിട്ട്. വൈൽ ഹാരിസൺ ഈസ് ഗോൺ, ആ സമയം ഹാരിസൺ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജെയിൻ ടോഡിൻ്റെ ബെഡിലോട്ട് പോകുന്നു. ദേ സ്ലീപ് ടുഗദർ, അവരൊരുമിച്ച് ഉറങ്ങുന്നു. ആൻഡ് ആഫ്റ്റർ ജെയിൻ ടെൽസ് ടോഡ് ഇറ്റ് വാസ് ഹാരിസൺസ് ഐഡിയ. പിന്നീട് ജെയിൻ ടോഡിനോട് പറയുന്നുണ്ട് അത് ഹാരിസൻ്റെ ഐഡിയ ആയിരുന്നു എന്ന്. ദ മാക്സ് ആർ ഓപ്പൺ മൈൻഡഡ്. മാക്സ് ഓപ്പൺ മൈൻഡഡ് ആണ്, തുറന്ന മനസ്സുള്ള ആളുകളാണ്. ആൻഡ് വാണ്ട് ടു ടെസ്റ്റ് ദ കൺവെൻഷണൽ റൂൾസ് ഓഫ് മാരേജ്. മാരേജിൻ്റെ ആ പഴയ രീതിയെ അവർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടോഡ് ആൻഡ് ജെയിൻ ക്യാരി ഔട്ട് എ ലോങ് ടൈം അഫെയർ. അങ്ങനെ ടോഡും ജെയിനും ഒരു നീണ്ട അഫെയർ ക്യാരി ചെയ്യുന്നു. അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. വിത്ത് വാരിയസ് അപ്സ് ആൻഡ് ഡൗൺസ്, വ്യത്യസ്തമായിട്ടുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ജീവിതത്തിലെ അവസ്ഥകൾ, അപ്സ് ആൻഡ് ഡൗൺസ് അവർക്കിടയിൽ ഉണ്ടാകുന്നു. ടോഡ് റിട്ടേൺസ് ടു ക്യാപ്റ്റൻ ഓസ്ബോൺ വിത്ത് ദ വിസ്കി. അങ്ങനെ അദ്ദേഹം ക്യാപ്റ്റൻ ഓസ്ബോണിൻ്റെ അടുത്തേക്ക് തിരികെ എത്തുന്നു വിസ്കിയുമായിട്ട്. അവിടെ നിന്നുള്ള അദ്ദേഹത്തിന് ഈ ഓർമ്മകളൊക്കെ ഉണ്ടായത് വിസ്കി എടുക്കാൻ പോയപ്പോൾ. ആഫ്റ്റർ ഹി പേസ് ഹിസ് റെൻറ്റ്, അതിനുശേഷം അദ്ദേഹം തൻ്റെ റെൻറ്റ് അടക്കുന്നു. വിച്ച് ഹി ഡസ് ഡെയിലി, അദ്ദേഹം അത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്, റെൻറ്റ് അടക്കുക എന്നുള്ളത്. ടു റിമൈൻ ഹിംസെൽഫ് ദാറ്റ് ഈച്ച് ഡേ ഈസ് എ റിന്യൂഡ് ലീസ് ഓൺ ലൈഫ്. ജീവിതത്തിലുള്ളൊരു റിന്യൂഡ് ലീഫാണ് ഓരോ ദിവസവും എന്ന് അദ്ദേഹം റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ലീസ് എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കൽ. അപ്പോൾ അങ്ങനൊരു ഇതാണ് എന്നുള്ളത് അദ്ദേഹം എപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും എല്ലാ ദിവസവും വാടക കൊടുക്കാറുമുണ്ട്. ഹീ ലീവ്സ് ഫോർ വർക്ക്. അങ്ങനെ അദ്ദേഹം വർക്കിന് വേണ്ടി പോകുന്നു. ഒബ്സർവിങ് ഹിസ് ഹോം ടൗൺ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് സീയിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഫോർ ദ ഫ്ലോട്ടിംഗ് ഒപ്പേരയ്ക്ക് വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റ്സും അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ഹി സ്റ്റോപ്സ് ബൈ എ ഫ്രണ്ട്സ് ഗാരേജ്. അദ്ദേഹം ഒരു ഫ്രണ്ടിൻ്റെ ഗാരേജിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ടു വർക്ക് ഓൺ എ ബോട്ട് ഹീസ് ബിൽഡിങ്. അദ്ദേഹം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോഡ് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ടോഡ് ട്രൈഡ് ബിൽഡിങ് എ ബോട്ട് ആസ് എ ചൈൽഡ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് ടോഡ് ബോട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ബട്ട് ഹി ഫെയിൽഡ്, അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. ലീവിങ് ഇറ്റ് അൺഫിനിഷ്ഡ്, അത് പൂർത്തിയാക്കാതെ അതവിടെ വിട്ടുകളഞ്ഞു. ഹിസ് സെക്കൻഡ് ബോട്ട് ഈസ് കമ്മിങ് ടുഗദർ
നൈസ്ലി. പക്ഷെ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോട്ട് വളരെ നൈസായി വരുന്നുണ്ട്. ബട്ട് ടോഡ് ഡസൻ ടേക്ക് പ്രൈഡ് ഇൻ ഹിസ് ഇംപ്രൂവ്ഡ് സ്കിൽസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്പ്രൂവ് ആയിട്ടുള്ള സ്കില്ലിൽ അദ്ദേഹത്തിന് പ്രൈഡൊന്നുമില്ല, അദ്ദേഹത്തിന് അഭിമാനമൊന്നും തോന്നുന്നില്ല. വോക്കിംഗ്, അവിടെ ഇങ്ങനെ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹി റിമെമ്പേഴ്സ് ഫൈറ്റിംഗ് ഇൻ WW1 ആസ് എ യങ് മാൻ. ഒരു യുവാവായിട്ട് വേൾഡ് വാർ 1 അദ്ദേഹം ഫൈറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ട്. ആൻഡ് എംബ്രേസിങ് എ ജർമ്മൻ സോൾജിയർ ഇൻ ദ ട്രെഞ്ചസ്. പിന്നൊരു ജർമ്മൻ സോൾജിയറുമായിട്ട് കൂട്ടുകൂടിയതും അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഓൺലി ടു കിൽ ദ മാൻ ലേറ്റർ. ആ കൂട്ടുകൂടിയത് അദ്ദേഹത്തെ പിന്നീട് കൊല്ലാൻ വേണ്ടി മാത്രമായിരുന്നു. ആ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകൂടലായിരുന്നു അത്. ഇതൊന്നും ടോഡ് കണ്ടിന്യൂസ് ഹിസ് ഡേ, അദ്ദേഹത്തിൻ്റെ ഡേ കണ്ടിന്യൂ ചെയ്യുന്നു. അറൈവിങ് അറ്റ് ഹിസ് ലോ ഫേം, അദ്ദേഹത്തിൻ്റെ ലോ ഫോമിൽ എത്തിയുണ്ട്. ഹി ഈസ് ക്രിറ്റിക്കൽ ഓഫ് ദ ലോ. നിയമത്തെ അദ്ദേഹം കുറ്റം പറയുകയാണ്. ഫൈൻഡിങ് ഇറ്റ് ടു ബി ആർബിട്രറി ആൻഡ് സബ്ജക്റ്റീവ്. അത് ആർബിട്രറി ആയിട്ടും സബ്ജക്റ്റീവായിട്ടൊക്കെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അതിനോടൊരു വിമർശനാത്മകമായൊരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. ഹി അഡ്മിറ്റ്സ്, അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. ഹി ടേക്സ് കേസസ്, അദ്ദേഹം കേസുകൾ എടുക്കുന്നതും ദാറ്റ് ഹാവ് ദ ബെസ്റ്റ് ചാൻസ് ഓഫ് എൻ്റർടൈനിങ് ഹിം. അത് അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള, അദ്ദേഹത്തിന് ഒരു രസം നൽകാനുള്ള ചാൻസ് നന്നായിട്ടുള്ള ഒരു കേസുകളായിരിക്കും അദ്ദേഹം എടുക്കുക. ആൻഡ് ഡസൻ കെയർ മച്ച് അബൌട്ട് ദ റിസൾട്ട്സ്. പക്ഷേ അതിൻ്റെ റിസൾട്ട്സ് എത്രമാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. വൺ സച്ച് കേസ് കൺസേൺസ് ഹാരിസൺസ് ഇൻഹെറിറ്റൻസ്. അത്തരമൊരു കേസ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹാരിസൻ്റെ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണ്. എ ഇയേഴ്സ് ലോങ് ലീഗൽ ബാരൽ. അത് വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടമാണത്. ദ കേസ് ഗോസ് ത്രൂ മൾട്ടിപ്പിൾ കോർട്സ്. അങ്ങനെ കേസ് ഒരുപാട് കോടതികളിലൂടെ പോകുന്നു. ആൻഡ് ഹാരിസൺസ് ചാൻസസ് ഓഫ് വിന്നിങ് ലുക്ക് ബ്ലേക്ക്. ഹാരിസൻ്റെ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഇല്ലാതാകുന്നു. ബ്ലീക്കാവുക എന്ന് പറഞ്ഞാൽ വഷളാവുക, ബാഡാവുക എന്നാണ് അർത്ഥം. ടോഡ് കണ്ടിന്യൂസ് ഡിഗിങ്. എന്നിട്ട് ടോഡ് എന്ത് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടത്തുന്നു. ആൻഡ് റിയലൈസസ് ഹി ക്യാൻ വിൻ ദ കേസ് വിത്ത് ന്യൂ എവിഡൻസ്. അങ്ങനെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഈ കേസ് പുതിയൊരു തെളിവോടുകൂടി അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. ഹി വെയ്റ്റ്സ് ടു വിൻ ഹവർ. എന്നിരുന്നാലും അദ്ദേഹം വിജയത്തിനായി കാത്തിരിക്കുന്നു. ഫസ്റ്റ് ഹി വാണ്ട്സ് ദ മണി ടു മീൻ നത്തിങ് ടു ഹാരിസൺ. ഹാരിസന് പൈസ അങ്ങനെ ആയിരിക്കണം. ടോഡ്സ് ലീവ് ടു ഗോ ടു ലഞ്ച്. അങ്ങനെ ടോഡ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഹി കണ്ടിന്യൂസ് ടേക്കിംഗ് ഇൻ കാംബ്രിഡ്ജിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു. എൻതൂസ്ഡ് വിത്ത് ദ ഐഡിയ ഓഫ് എൻഡിങ് ഹിസ് ലൈഫ്. ഇപ്പോഴും അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തയിലാണ്. അത് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഹി റിഫ്ലക്ട്സ് ഓൺ ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് ഹിസ് കോളേജ് ഇയേഴ്സ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ടും കോളേജ് വർഷങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ടോഡ് ഹാസ് വോൺ ഡിഫറെൻറ്റ് മാസ്ക്. ഒരുപാട് മാസ്കുകൾ ധരിച്ചിട്ടുണ്ട്. സെർച്ചിങ് ഫോർ ദ ബെസ്റ്റ് വൺ ടു ഹെൽപ്പ് ഹിം ഗെറ്റ് ത്രൂ ലൈഫ്. ജീവിതത്തിലൂടെ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ആളുകളെ അദ്ദേഹം സെർച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് നൺ ഹാവ് ഗിവൺ ഹിം ദ ആൻസേഴ്സ് ഹി വാണ്ട്സ്. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടില്ല. ആൻഡ് ഹി ഈസ് സിനിക്കൽ ആസ് എ റിസൾട്ട്. അതിൻ്റെ പരിണിതി എന്നോണം അദ്ദേഹം ഇപ്പോൾ ഒരു ദൃക്കാണ്, എന്ന് വെച്ചാൽ വിമർശിക്കുന്ന ആളാണ് എല്ലാത്തിനെയും. ടോഡ് ചെക്സ് ടാസ്ക്സ് ഓഫ് ഹിസ് ലിസ്റ്റ് ഫോർ ഹിസ് ഫൈനൽ ഡേ ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ അവസാന ദിനത്തിലെ, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണല്ലോ, അവസാന ദിനത്തിൽ അദ്ദേഹം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ ചെക്ക് ചെയ്യുന്നു. ഹി ഗോസ്
ടു ദ ഡോക്ടർ. ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഹി ലഞ്ച് വിത്ത് ഹാരിസൺ. ഹാരിസിനോടൊപ്പം ലഞ്ച് അടിക്കുന്നു. ഹി ടേക്സ് ദ മാക്സ് ഡോട്ടർ. അദ്ദേഹം മാക്കിൻ്റെ മകളെ എടുക്കുന്നുണ്ട്, ജീനൈൻ, ടു ലുക്ക് അറ്റ് ദ ഫ്ലോട്ടിംഗ് ഒപ്പേറ. ഫ്ലോട്ടിംഗ് ഒപ്പേറ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് വണ്ടേഴ്സ് ഇഫ് ഷീ മൈറ്റ് ബി ഹിസ് ചൈൽഡ്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ മകളായിരിക്കുമെന്ന്. കാരണം വൈഫിനെ രണ്ടുപേരും കൂടി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്കിൻ്റെ ഡോക്ടറാണോ തൻ്റെ ഡോക്ടറാണോ എന്നുള്ളൊരു സംശയം ആളിൽ ഉണ്ടാവുന്നുണ്ട്. ബാക്ക് അറ്റ് ദ ഡോർസെറ്റ് ഹോട്ടൽ, അവിടേക്ക് വന്നുകൊണ്ട് ടോഡ് ഡിസ്കസസ് സൂയിസൈഡ് വിത്ത് മാസ്റ്റർ ഹേക്കർ. മാസ്റ്റർ ഹേക്കറുമായിട്ട് തൻ്റെ സൂയിസൈഡ് ഡിസ്കസ് ചെയ്യുന്നു. ഹു ഫൈൻഡ്സ് ദ ഐഡിയ അപ്പാളിങ്. അദ്ദേഹം ആ ഐഡിയയെ വളരെ ഹൊറിഫിക്കായിട്ട്, അപ്പാളിങ് എന്ന് പറഞ്ഞാൽ ഹൊറിഫിക്കായിട്ട്, ഡിസ്മേ ആയിട്ട് കരുതുന്നുണ്ട്. ആഫ്റ്റർ, അതിനുശേഷം ടോഡ് റിട്ടേൺസ് ടു ഹിസ് ലോ ഫേം. അദ്ദേഹം തൻ്റെ ലോ ഫോമിലോട്ട് മടങ്ങുന്നു. ആൻഡ് മൾസ് ഓവർ സം മോർ കേസസ് റാപ്പിംഗ് അപ്പ് ഹിസ് ഡേയ്സ് വർക്ക്. എന്നിട്ട് കുറച്ച് കേസുകളെ പറ്റി അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നു. ഹി ഡിസൈഡ്സ് ഹി വിൽ ഹെൽപ്പ് ഹാരിസൺ വിൻ ഹിസ് ഇൻഹെറിറ്റൻസ് കേസ്. ഹാരിസനെ അദ്ദേഹത്തിൻ്റെ ഇൻഹെറിറ്റൻസ് കേസിൽ വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. ആൻഡ് ലീവ്സ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഹിസ് കൊളീഗ് ടു ഫിനിഷ് ദ ജോബ് ആഫ്റ്റർ ഹി ഇസ് ഡെഡ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തൻ്റെ കൊളീഗായിട്ടുള്ള ഒരാൾക്ക് അതിനുവേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ദ ഫ്ലോട്ടിംഗ് ഒപ്പേരാസ് ഷോ ടൈം ഡ്രോസ് നിയർ. അങ്ങനെ ഫ്ലോട്ടിംഗ് ഒപ്പേരയുടെ സമയം ഷോ ടൈം അടുക്കുന്നു. ടോഡ് ഗോസ് ഹോം ടു റൈറ്റ് വൺ ലാസ്റ്റ് ടൈം. ഒരിക്കൽ കൂടി എഴുതാൻ വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലോട്ട് ടോഡ് പോകുന്നു. ഇൻ പാർട്ടിക്കുലർ ഹി എംഫസൈസസ് ദാറ്റ് ലൈഫ് ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ. പ്രത്യേകമായിട്ട് ടോഡ് പറയുന്നൊരു കാര്യം, ജീവിതത്തിന് എസെൻഷ്യലായിട്ടുള്ള വാല്യൂ ഇല്ല എന്നതാണ്. ടോഡ് ബോർഡ്സ് ദ ഫ്ലോട്ടിംഗ് ഒപ്പേറ. അങ്ങനെ ടോഡ് ഫ്ലോട്ടിംഗ് ഒപ്പേരയിൽ കയറുന്നു. ടു വാച്ച് ദ ഷോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് സീസ് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. ഫ്രണ്ട്സിനെയും നെയ്ബേഴ്സിനെയൊക്കെ കാണുന്നു. ഫ്രം ത്രൂ ഔട്ട് ദ ഡേ. അങ്ങനെ അവരെല്ലാവരെയും കാണുന്നുണ്ട് ദിനത്തിൽ. ഡ്യൂറിങ് ദ ഷോൻ്റെ ഇടയിൽ ഹി സ്ലിപ്പാവുന്നു. ആൻഡ് അൺസ്ക്രൂസ് ദ ഗ്യാസ് ടാങ്ക്സ് ഓൺ ദ സൈഡ് ഓഫ് ദ ഷിപ്പ്. ഷിപ്പിൻ്റെ സൈഡിലുള്ള ഗ്യാസ് ടാങ്കുകളെ അൺസ്ക്രൂ ചെയ്യുന്നു, സ്ക്രൂകൾ അഴിക്കുന്നതിൻ്റെ. പ്രൈമിങ് ദം ടു എക്സ്പ്ലോഡ്, അവകൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. സോ അദ്ദേഹം മാത്രം മരിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ കൂടി കൊല്ലുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഹി റിട്ടേൺസ് ടു ദ തിയേറ്റർ. അങ്ങനെ തിയേറ്ററിലോട്ട് അദ്ദേഹം റിട്ടേൺ ഇരിക്കുന്നു. ആൻഡ് വെയിറ്റ്സ് ടു ഡൈ, മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. along with hundreds of others who will perish in the blast. ആ ബ്ലാസ്റ്റിൽ, പൊട്ടിത്തെറിയിൽ മറ്റു നൂറുകണക്കിന് ആളുകളും മരണപ്പെടും. ബട്ട് ദ എക്സ്പ്ലോഷൻ നെവർ ഗോസ് ഓഫ്. പക്ഷേ ആ പൊട്ടിത്തെറി സംഭവിക്കുന്നില്ല. ടോഡ് ഫീൽസ് ഇൻഡിഫറൻറ്റ് ദാറ്റ് ഹിസ് പ്ലാൻ ഫെയിൽഡ്. അദ്ദേഹത്തിൻ്റെ പ്ലാൻ പരാജയപ്പെട്ടു എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഇൻഡിഫറൻസ് തോന്നുന്നുണ്ട്. ബിലീവിങ് നത്തിങ് ഹാസ് ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ ആയിട്ടുള്ള ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇൻക്ലൂഡിങ് ഹിസ് പ്ലാൻ ടു കിൽ ഹിംസെൽഫ്. തന്നെ സ്വയം കൊല്ലാനുള്ള, തനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ആ പ്ലാന് പോലും അതുപോലും നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു വാല്യൂവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹി റിട്ടേൺസ് ടു ഹിസ് റൂം വിത്ത് എ ന്യൂ ലീസ് ഓൺ ലൈഫ്. ജീവിതത്തിൽ പുതിയൊരു ലീസുമായിട്ട് അദ്ദേഹം റൂമിലോട്ട് തിരിച്ചു വരുന്നു. ഹി ഈസ് സ്റ്റിൽ സിനിക്കൽ അബൌട്ട് ലിവിങ്ങിനെ പറ്റിയിട്ട് അദ്ദേഹം ഇപ്പോഴും സിനിക്കലാണ്, വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്, ദോഷയ്ക്കെതിരിക്കുകയാണ്. ബട്ട് ഹി ഈസ് ഓൾസോ ഫ്രീ. ഇപ്പോൾ അദ്ദേഹം ഫ്രീയുമാണ്. ആൻഡ് ഹി ഫീൽസ് ലൈക്ക് ഹി ഹാസ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്. ലോകത്തിൽ സമയം ഉണ്ട് എന്നുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഫീലിംഗ് ആണ്.
ഒരുപാട് സമയമുണ്ട് എന്നുള്ളൊരു ഫീലിംഗാണ് അദ്ദേഹത്തിനിപ്പോൾ ഉള്ളത്. ഇതോടുകൂടി ഫ്ലോറ്റിംഗ് ഒപ്പേര ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മറ്റു വീഡിയോസുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.